ഹലോ ഫ്രണ്ട്സ്, ഞാൻ അടുത്ത ചാപ്റ്ററാണ് ബോർഡ് മീറ്റിംഗ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഔദ്യോഗികമായി കൂടുന്ന യോഗമാണ് ബോർഡ് മീറ്റിംഗ്സ്. ബോർഡ് മീറ്റിങ്ങിൽ ഒരു കമ്പനീനെ എങ്ങനെ നടത്തണം, അതുപോലെ തന്നെ കമ്പനിയുടെ നയങ്ങളും തന്ത്രങ്ങളും സാമ്പത്തിക കാര്യങ്ങൾ, പിന്നെ നിയമപരമായ കാര്യങ്ങൾ, പ്രധാന നിയമനങ്ങൾ, പിന്നെ ഓഹരി, ഡിവിഡൻ, അത് സംബന്ധിച്ച ചർച്ചകൾ, തീരുമാനങ്ങൾ, ഇതൊക്കെയാണ് ഒരു ബോർഡ് മീറ്റിങ്ങിൽ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ. അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ടർമാർ കൂടുന്ന മീറ്റിംഗാണ് ബോർഡ് മീറ്റിംഗ്സ്. ഓക്കെ, ഇനി അടുത്ത ഫ്രീക്വൻസി ഓഫ് ബോർഡ് മീറ്റിംഗ്സ് അതെന്താണെന്ന് നോക്കാം. ഫ്രീക്വൻസി ഓഫ് ബോർഡ് മീറ്റിംഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ബോർഡ് മീറ്റിംഗ്സ് ഒരു വർഷം കണ്ടക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ 2 പാർട്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ സെക്ഷൻ 8 കമ്പനി വന്നിട്ടുണ്ട്, പിന്നെ OPC വന്നിട്ടുണ്ട്, സ്മോൾ കമ്പനി, ഡോർമെൻറ്റ് കമ്പനി, പ്രൈവറ്റ് കമ്പനി. സെക്ഷൻ 8 കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ പ്രോഫിറ്റ് കമ്പനീസ് അല്ലേ അത്. അപ്പോൾ ഈ പറഞ്ഞ കമ്പനി എല്ലാ 6 മാസം കൂടുമ്പോൾ മിനിമം ഒരു മീറ്റിങ്ങിലും വെച്ചേക്കണം. ഓക്കെ, കണ്ടക്ട് ചെയ്യണം അവർ. പിന്നെ അതുമാത്രമല്ല, 2 മീറ്റിങ്സിൽ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് മിനിമം 90 ഡേയ്സെങ്കിലും ഉണ്ടായിരിക്കണം. അതായത് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് 90 ഡേയ്സിന് ശേഷമേ അടുത്ത മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇതല്ലാതെ ബാക്കിയുള്ള കമ്പനീസ്, അതാണ് ഓൾ അതർ കമ്പനീസ്, അവർ വർഷത്തിൽ മിനിമം 4 മീറ്റിങ്ങിലും കണ്ടക്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് മാക്സിമം 120 ഡേയ്സ് വരാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞു, അടുത്ത മീറ്റിംഗ് 120 ഡേയ്സിനുള്ളിൽ തന്നെ കണ്ടക്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ബോർഡ് മീറ്റിംഗ് നമുക്ക് നേരിട്ട് കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിങ് വഴി കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽസ് വഴി കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കണ്ടക്ട് ചെയ്യാം. നമ്മൾ വീഡിയോ കോൺഫറൻസിങ്ങും ഓഡിയോ വിഷ്വൽസും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ഫെയിലർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള അറേഞ്ച്മെൻറ്റ്സ് കമ്പനി ചെയ്യണം. ഓക്കെ, പിന്നെ ആവശ്യത്തിനുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരിക്കണം പ്രോപ്പറായിട്ട് തന്നെ. പിന്നെ പ്രൊസീഡിങ്സ് റെക്കോർഡ് ചെയ്യണം. പിന്നെ മീറ്റിങ്ങിൽ എന്തൊക്കെയാണോ ഡിസ്കസ് ചെയ്തത് അതിനെ പറ്റിയിട്ടുള്ളൊരു മിനിറ്റ്സ് തയ്യാറാക്കണം. അതുപോലെ തന്നെ ടേപ്പ് റെക്കോർഡിങ്സൊക്കെ മാർക്ക് ചെയ്ത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണം. അപ്പോൾ കോൺഫറൻസിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അത് കാണാനും കേൾക്കാനും സാധിക്കണം. ഓക്കെ, വീഡിയോ കോൺഫറൻസിങ് വഴിയോ ഓഡിയോ വിഷ്വൽസ് വഴി നമ്മൾ മീറ്റിംഗ് നടത്തുമ്പോൾ ചില കാര്യങ്ങളൊന്നും നമ്മൾ അതിൻ്റെ അകത്തേക്കടി പറയരുത്. ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്രൂവൽ ഓഫ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അപ്രൂവൽ ഓഫ് ബോർഡ് റിപ്പോർട്ട്, അപ്രൂവൽ ഓഫ് പ്രോസ്പെക്ടസ്, അപ്രൂവൽ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അപ്രൂവൽ ഓഫ് മാറ്റർ റിലേറ്റിംഗ് ടു മെർജർ, അക്വിസിഷൻ, ടേക്ക് ഓവർ, എക്സെട്ര. ഇനി അടുത്ത് നോട്ടീസ് ഓഫ് ദി മീറ്റിംഗ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് നമ്മൾ ബോർഡ് മീറ്റിംഗ് നമ്മൾ അനൗൺസ് ചെയ്യും ഒരു ഡേറ്റിൽ, ഇന്ന ഡേറ്റിൽ നമുക്ക് ബോർഡ് മീറ്റിംഗ് വെക്കാമെന്ന് പറഞ്ഞിട്ട് കമ്പനി ഡിസൈഡ് ചെയ്യും. അപ്പോൾ ആ ഡേറ്റിന് മിനിമം 7 ദിവസം മുന്നേ തന്നെ എല്ലാവർക്കും നോട്ടീസ് കൊടുക്കണം. ഈ പറഞ്ഞ എല്ലാ ഡയറക്ടേഴ്സിന് അത് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വഴിയോ ഒക്കെ അത് അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ഈ ഡേറ്റിലാണ് ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോട്ടീസിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ വേണം. ബോർഡ് മീറ്റിംഗ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യണത്, പിന്നെ ഓരോ ബോർഡ് മീറ്റിങ്ങിൽ ഓരോ സീരിയൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ സീരിയൽ നമ്പർ മെൻഷൻ ചെയ്യണം, ഏത് ദിവസമാണ്, ഡേറ്റ്, ടൈം, പിന്നെ എവിടെ വെച്ചിട്ടാണ് അതിൻ്റെ അഡ്രസ്സ്, ഓതറൈസ് പേഴ്സൻ്റെ കോൺടാക്ട് നമ്പറും അവരുടെ ഇമെയിൽ അഡ്രസ്സും, പിന്നെ അജണ്ട, നോട്ട്സ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബിസിനസ്, ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഓരോ മീറ്റിങ്ങിനും ഓരോ സീരിയൽ നമ്പർ ഉണ്ടായിരിക്കണം. പിന്നെ കമ്പനി ഓരോരുത്തർക്ക് അയച്ച ഓരോ നോട്ടീസും അതിൻ്റെ ഡെലിവറി, അതിൻ്റെ പ്രൂഫെല്ലാം സൂക്ഷിച്ച് വയ്ക്കണം. പിന്നെ മീറ്റിംഗ് നമുക്ക് പബ്ലിക് ഹോളിഡേയ്സിലോ അല്ലെങ്കിൽ നാഷണൽ ഹോളിഡേയ്സിലോ ഒന്നും നടത്താൻ പറ്റില്ല. ഓക്കെ, ഇത്രയുള്ളൂ ഇതിനെപ്പറ്റി. ഇപ്പോൾ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കാം, ഈ ഒരു പേജ്. ഓക്കെ, ഞാൻ അടുത്തത് ക്വാറം ഓഫ് മീറ്റിംഗ്സ് ഓഫ് ബോർഡ് അതെന്താണെന്ന് നോക്കാം. ക്വാറമിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഇത്ര ആൾക്കാർ മീറ്റിങ്ങിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ മീറ്റിംഗ് നടത്തുള്ളൂ. അതാണ് ക്വാറം, അതിൻ്റെ മീനിങ്. ഇനി ബോർഡ് മീറ്റിങ്ങിലുള്ള ക്വാറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ആ ടോട്ടൽ സ്ട്രെങ്ത്തിൻ്റെ 1/3. ഇതിലേതാണോ വലുത് അത്രയും ആൾക്കാർ ആ മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുള്ളൂ. ഓക്കെ,
അതുപോലെ ഏതൊക്കെ ഡയറക്ടേഴ്സാണ് ഓൺലൈൻ വഴി മീറ്റിങ്ങിൽ പങ്കെടുക്കണേ അവരെയും നമ്മൾ ഈ കോറത്തിൽ കൂട്ടും. പിന്നെ വേറൊരു കാര്യം, ഈ ടോട്ടൽ സ്ട്രെങ്ത്തിൻ്റെ അകത്ത് ഇൻട്രസ്റ്റഡ് ഡയറക്ടേഴ്സ്, പിന്നെ വെക്കേറ്റ് ചെയ്ത് പോയ ഡയറക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അതൊന്നും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല. പിന്നെ നമ്മൾ ഈ ടോട്ടൽ സ്ട്രെങ്ത്തിൻ്റെ 1/3 ഒക്കെ ചിലപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് റൗണ്ട് ഓഫ് ചെയ്യണം. ഓക്കെ, കോറത്തിൽ പറഞ്ഞിരിക്കുന്ന അത്രയും ആൾക്കാരും ആ മീറ്റിംഗ് കഴിയുന്ന വരെ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത പാസിംഗ് ഓഫ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ, സെക്ഷൻ 175 അത് നോക്കാം. ബോർഡ് മീറ്റിംഗ് വഴിയാണ് ഈ കമ്പനീസ് അവരുടെ കാര്യങ്ങളൊക്കെ, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ്, മാറ്റേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ ചില സമയത്ത് ഒരു ബോർഡ് മീറ്റിംഗ് വെക്കാനായിട്ട് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പെട്ടെന്നൊരു ബോർഡ് മീറ്റിംഗ് വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ, അങ്ങനത്തെ ഒക്കെ അവസ്ഥയാണെങ്കിൽ ഈ ആക്ട് പ്രകാരം ബോർഡ് മീറ്റിംഗ് വെക്കാതെ തന്നെ സർക്കുലേഷൻ വഴി നമുക്ക് റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ പാസ്സാക്കണമെങ്കിൽ അവിടെ മിനിമം 1/3 ഡയറക്ടേഴ്സെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ മിനിമം 1/3 ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാതെ തന്നെ സർക്കുലേഷൻ വഴി നമുക്ക് റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സാധാരണ ബോർഡ് മീറ്റിംഗ് വെച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഓർഡിനറി റെസൊല്യൂഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷനൊക്കെ പാസ്സാക്കുന്നത്. അപ്പോൾ ആ ബോർഡ് മീറ്റിംഗ് വെക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെയും റെസൊല്യൂഷൻസൊക്കെ പാസ്സാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് ഇങ്ങനെയാണ്. ആദ്യം റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുക, ആവശ്യമുള്ള പേപ്പറൊക്കെ വെച്ചിട്ട്, എന്നിട്ട് അതെല്ലാ ഡയറക്ടേഴ്സിനും സെൻഡ് ചെയ്യാം. കൈ കൊണ്ടേ കൊടുക്കാം, പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അല്ലെങ്കിൽ ഇമെയിലായിട്ടോ നമുക്ക് അയക്കാം. അയക്കണത് എങ്ങോട്ടാണ്? കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തേക്കണ അഡ്രസ്സിലോട്ടാണ് അയക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാ ഡയറക്ടേഴ്സിനും ഈ പറയുന്ന റെസൊല്യൂഷൻ കിട്ടി. ഓക്കെ, എന്നിട്ട് മാക്സിമം 7 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ ഡയറക്ടേഴ്സൊക്കെ റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, ഇത് പാസ്സാക്കണോ അതോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം നമ്മൾ മിനിറ്റ്സിൽ നോട്ട് ചെയ്യുക, എന്നിട്ട് അത് അടുത്ത ബോർഡ് മീറ്റിങ്ങിൽ അത് പറയണം. ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസാണ്. ജനറൽ ഐറ്റംസും ഉണ്ട്, സ്പെസിഫിക് ഐറ്റംസ് ഉണ്ട്. ഈ പറയണ ഐറ്റംസ് നമ്മൾ ബോർഡ് മീറ്റിങ്ങിൽ മാത്രമാണ് അത് പ്രസൻറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ സർക്കുലേഷൻ വഴി അത് പ്രസൻറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം, മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ കുറച്ച് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ ബോർഡ് മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിട്ട് വേണം ഡിസ്കസ് ചെയ്യാൻ, അല്ലാതെ സർക്കുലേഷൻ വഴി അത് പ്രസൻറ്റ് ചെയ്യരുത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് മിനിറ്റ്സ്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റിങ്ങിൽ ആ കമ്പനി എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു, എന്തൊക്കെ റെസൊല്യൂഷൻസ് അത് പാസ്സാക്കി, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ബിസിനസ്സാണ് അത് നടത്തിയത്, അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ബുക്കിൽ എഴുതി വയ്ക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ആ ഒരു ബുക്കിനെയാണ് നമ്മൾ മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിയമപ്രകാരം ഒരു മീറ്റിംഗ് അവസാനിച്ച് കഴിയുമ്പോൾ 30 ദിവസത്തിനുള്ളിൽ ഈ പറയണ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. പിന്നെ മിനിറ്റ്സിൻ്റെ അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അത് ഫെയർ ആയിരിക്കണം, പിന്നെ കറക്റ്റ് ആയിരിക്കണം, പിന്നെ സമ്മറി ആയിട്ട് വേണം അത് എഴുതേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ആ മീറ്റിങ്ങിൽ എടുത്ത എല്ലാ അപ്പോയിൻറ്റ്മെൻറ്റ്സിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പിരിഞ്ഞു പോണ ഡയറക്ടേഴ്സിൻ്റെ പേര് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ആ മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഡിസ്കസ് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണോ നടന്നത്, അതെല്ലാം ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഈ പറയണ മിനിറ്റ്സ് ചെയർമാൻ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ അടുത്തത് ഇൻസ്പെക്ഷൻ ഓഫ് മിനിറ്റ് ബുക്സ് ഡിസ്കസ് ചെയ്യാം. പറഞ്ഞ മിനിറ്റ് ബുക്സ് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ ആയിരിക്കണം സൂക്ഷിച്ച് വയ്ക്കേണ്ടത്, ഇലക്ട്രോണിക് ഫോമിൽ. പിന്നെ ഫീസോ ഒരു ചാർജസോ ഇല്ലാതെ തന്നെ ബിസിനസ് ഹവേഴ്സിൽ ആ മിനിറ്റ്സ് ബുക്സ് നമുക്ക് യൂസ് ചെയ്യാം. മീറ്റിംഗ് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ മീറ്റിങ്ങിൻ്റെ ഡ്രാഫ്റ്റ് മിനിറ്റ്സ് എല്ലാ ഡയറക്ടേഴ്സിനും സർക്കുലേറ്റ് ചെയ്യണം. സോഫ്റ്റ് കോപ്പി ആയിട്ടോ ഹാർഡ് കോപ്പി ആയിട്ടോ സർക്കുലേറ്റ് ചെയ്യാം. മിനിറ്റ്സിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യരുത്. ഇറലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കമ്പനീനെ മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യരുത്. ഒരാളെ പറ്റി മാനഹാനി വരുത്തുന്ന എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ അതൊന്നും മിനിറ്റ്സിൽ ചേർക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇൻസ്പെക്ഷൻ ഓഫ് മിനിറ്റ്സ്. ഇനി അടുത്തത് രജിസ്റ്റേഴ്സ്. ഈ പറയാൻ പോകുന്ന രജിസ്റ്റേഴ്സും സ്റ്റാറ്റ്യൂട്ടറി ബുക്സും ഉറപ്പായിട്ട് ഒരു കമ്പനി അവരുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ സൂക്ഷിക്കണം. ഓക്കെ, രജിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, രജിസ്റ്റർ ഓഫ് ഡെപ്പോസിറ്റ്, രജിസ്റ്റർ ഓഫ് സെക്യൂരിറ്റീസ്, അങ്ങനെ
ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും രജിസ്റ്റേർഡ് ഓഫീസിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കാം, മനസ്സിലാവും ഇത്. അടുത്ത പവേഴ്സ് ഓഫ് ദ ബോർഡ്. ഇത് ബോർഡ് ആൻഡ് KMP എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ റെസ്ട്രിക്ഷൻസ് ഓൺ പവേഴ്സ് ഓഫ് ബോർഡ്, ഇതെല്ലാം ഞാൻ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ വീഡിയോ കണ്ടാൽ മതി. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവർണൻസ്, അതും കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. പിന്നെ കോമ്പോസിഷൻ ഓഫ് ദ ബോർഡ്, അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അകത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പാകത്തിനുള്ള കോമ്പിനേഷനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. എക്സിക്യൂട്ടീവ് ഡയറക്ടറിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കമ്പനിയിൽ വരും, എല്ലാ ദിവസത്തെ ബിസിനസ് കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കും. അതുപോലെ തന്നെ ഇവർക്ക് സാലറി പെർക്വിസിറ്റ്സ് ഒക്കെ കിട്ടും. ഫുൾ ടൈം എംപ്ലോയി ആണ്. കമ്പനിയുടെ എല്ലാ കാര്യത്തിലും ഇവർ ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മാനേജർ. ഓക്കെ, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാ ദിവസമൊന്നും വരില്ല, വല്ലപ്പോഴും വരും. ചില കാര്യങ്ങളിലൊക്കെ കമ്പനീനെ ഗൈഡ് ചെയ്യും, പുതിയ പുതിയ ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും, സൂപ്പർവൈസ് ചെയ്യും. ഇവർ ശരിക്കും പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് ഇവർ എംപ്ലോയി അല്ല. അപ്പോൾ കമ്പനി ഇവർക്ക് സിറ്റിംഗ് ഫീസോ കമ്മീഷനോ ഒക്കെയാണ് കൊടുക്കുന്നത്. നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ഇവിടെ ചെയർമാൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ നോൺ എക്സിക്യൂട്ടീവ്, ആ ബേസിസിലാണ് ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ എണ്ണം നിശ്ചയിക്കുന്നത്. ചെയർമാൻ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ, അതായത് ഫുൾ ടൈം എംപ്ലോയി ആണെങ്കിൽ, ബോർഡിൻ്റെ 50% ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. ഇപ്പോൾ ഈ ചെയർമാൻ നോൺ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ, അതായത് വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു ചെയർമാൻ ആണെങ്കിൽ, ബോർഡിൻ്റെ 1/3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത കമ്മിറ്റീസ് ഓഫ് ദ ബോർഡ് അതെന്താണെന്ന് നോക്കാം. ഒരു ബോർഡിനെ സംബന്ധിച്ച് 5 കമ്മിറ്റി ഉണ്ട്. ഫസ്റ്റ് വൺ ഓഡിറ്റ് കമ്മിറ്റി, പിന്നെ NRC കമ്മിറ്റി, SR കമ്മിറ്റി, RM കമ്മിറ്റി, പിന്നെ CSR കമ്മിറ്റി. ഇതിൻ്റെ അകത്ത് CSR കമ്മിറ്റീനെ കുറിച്ച് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് റെഫർ ചെയ്യാം. ബാക്കിയുള്ള കമ്മിറ്റീനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കമ്മിറ്റിയാണ് RM കമ്മിറ്റി. ഇത് റിസ്ക് മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയും. ചെയർപേഴ്സൺ ബോർഡിലെ ഏതെങ്കിലും മെമ്പറായിരിക്കണം. കോമ്പോസിഷൻ 3/4 ബോർഡിൽ നിന്നായിരിക്കണം. ഓക്കെ, ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഇൻറ്റേർണൽ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റർപ്രൈസ് റിസ്ക് മാനേജ്മെൻറ്റ് അതിനെ പ്രൊമോട്ട് ചെയ്യുക, ഇപ്പോഴുള്ള റിസ്ക് മാനേജ്മെൻറ്റ് പോളിസിനെ പറ്റി ബോർഡിനെ അറിയിക്കുക, റിസ്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് വേണ്ട പ്രൊസീജിയേഴ്സൊക്കെ അസസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട് ബോർഡിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഞാൻ അടുത്തത് SR കമ്മിറ്റി, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി. ഇതിൻ്റെ ചെയർപേഴ്സൺ ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കണം. കോമ്പോസിഷൻ അത് ബോർഡാണ് തീരുമാനിക്കുന്നത്. ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഹോൾഡേഴ്സ്, ഇവരുടെയൊക്കെ താല്പര്യത്തെ സംരക്ഷിക്കുക, ഇവരെ മേൽനോട്ടം വഹിക്കുക, ഇവർക്ക് എന്തെങ്കിലും പരാതികളോ വിഷമങ്ങളോ എന്തുണ്ടെങ്കിലും അത് പരിഹരിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഇനി അടുത്ത കമ്മിറ്റിയാണ് NRC കമ്മിറ്റി, അതായത് നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. പിന്നെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് 3 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡിലോട്ട് ഒരാളുടെ പേര് ശുപാർശ ചെയ്യുക, ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുക, അവരുടെ ടേംസ്, റെമ്യൂണറേഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുക, പിന്നെ ഡയറക്ടറിൻ്റെയും KMPയുടെ ബെനിഫിറ്റ് പാക്കേജസ്, കോമ്പൻസേഷൻ, ആ വക കാര്യത്തിലൊക്കെ മേൽനോട്ടം വഹിക്കുക. അതൊക്കെയാണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഓഡിറ്റ് കമ്മിറ്റി, ഈ പറയാൻ പോകുന്ന കമ്പനീസിലൊക്കെ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ എല്ലാം ലിസ്റ്റഡ് കമ്പനിയിൽ, സെക്കൻഡ് വൺ ഈ പറഞ്ഞ ഏതെങ്കിലും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാം പബ്ലിക് കമ്പനീസിന്. അതിൻ്റെ കോമ്പോസിഷൻ ഇങ്ങനെ ആയിരിക്കണം. മിനിമം 3 ഡയറക്ടേഴ്സ് വേണം. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം മെജോറിറ്റി ആയിട്ട് വേണ്ടത്. ഇനി ഇവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. അപ്പോയിൻമെൻറ്റ്, റെമ്യൂണറേഷൻ ആൻഡ് ടേംസ് ഓഫ് ഓഡിറ്റേഴ്സ്,
review and monitor auditors' performance, examination of financial statement and auditors' report, approval of related party transaction, scrutiny of intercorporate loans and investments, valuation of companies' assets, evaluation of financial internal controls, monitoring and use of fund raised through IPO. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഒബ്ജക്റ്റീവ്സ്. ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ, അതാണ് ഞാൻ അധികം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഞാൻ അടുത്ത വിജിൽ മെക്കാനിസം. വിജിൽ മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിലെ ഡയറക്ടേഴ്സ്, എംപ്ലോയീസ് എന്തെങ്കിലും ഒരു ഫ്രോഡോ അനീതിപരമായ പെരുമാറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമലംഘനം തുടങ്ങിയ കാര്യങ്ങൾ ഒരു പേടിയും കൂടാതെ രഹസ്യമായി അറിയിക്കാൻ കമ്പനി ഓഡിറ്റ് കമ്മിറ്റി മുഖേന ഒരുക്കുന്ന ഒരു സംവിധാനമാണ് എന്ത്, വിജിൽ മെക്കാനിസം. ഇപ്പോൾ വിസിൽ ബ്ലോവർ മെക്കാനിസം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ വിജിൽ മെക്കാനിസം ഈ പറയാൻ പോകുന്ന കമ്പനീസിലൊക്കെ ഉണ്ടായിരിക്കണം. എല്ലാം ലിസ്റ്റഡ് കമ്പനി, പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന കമ്പനീസ്. കമ്പനീസാണോ ബാങ്കിൽ നിന്ന് ₹50 crores അതിൽ കൂടുതൽ പൈസ കടം വാങ്ങിയിട്ടുള്ളത്, ഇവരൊക്കെ വിജിൽ മെക്കാനിസം അവരുടെ കമ്പനിയിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇപ്പോൾ ഈ കമ്പനിക്ക് ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ ഓഡിറ്റ് കമ്മിറ്റി നോക്കിക്കോളും വിജിൽ മെക്കാനിസം. ഓഡിറ്റ് കമ്മിറ്റി ഇല്ലാത്തൊരു കമ്പനിയാണെങ്കിലോ ബോർഡ് ഈ വിജിൽ മെക്കാനിസത്തെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയറക്ടറിനെ അപ്പോയിൻ്റ് ചെയ്ത് വെക്കും. ഓക്കെ. പിന്നെ ഈ ഡയറക്ടേഴ്സിന് 10 കമ്മിറ്റി അതിൽ കൂടുതൽ കമ്മിറ്റിയിൽ മെമ്പേഴ്സായിട്ടിരിക്കാൻ പാടില്ല. ചെയർമാൻ 5 കമ്മിറ്റി അതിൽ കൂടുതൽ കമ്മിറ്റിയിൽ മെമ്പേഴ്സായിട്ടിരിക്കാൻ പാടില്ല. ബോർഡ് റിപ്പോർട്ടിൻ്റെ അകത്ത് ഓഡിറ്റ് കമ്മിറ്റിയുടെ കോമ്പോസിഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നെ ഓഡിറ്റ് കമ്മിറ്റി എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കമ്പനി സ്വീകരിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ കാരണവും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ആനുവൽ റിപ്പോർട്ടിൻ്റെ അകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ, കോർപ്പറേറ്റ് ഗവർണൻസ് റിപ്പോർട്ട്, ലോ കംപ്ലയൻസ് റിപ്പോർട്ട്, മാനേജ്മെൻറ്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് റിപ്പോർട്ട്. ഞാൻ അടുത്ത ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് വിടാം, കാരണം ഇത് വായിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. സിമ്പിൾ ലാംഗ്വേജസിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ. ലയബിലിറ്റീസ് ആണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞാൻ അടുത്തതാണ് പവേഴ്സ് റിലേറ്റഡ് ടു പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ്. അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഗവൺമെൻറ് കമ്പനിയും 3 വർഷം അതിൽ താഴെ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനീസ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ സെക്ഷൻസ് ഇവർക്ക് ബാധകമല്ല. ബാക്കിയുള്ള കമ്പനീസിനാണ് ഈ പറഞ്ഞ സെക്ഷൻ ആപ്ലിക്കബിൾ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് കമ്പനീസിന് ചിലപ്പോഴൊക്കെ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്തേക്കണ പൊളിറ്റിക്കൽ പാർട്ടിയിലോട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ചിലപ്പോൾ ഒരാഗ്രഹം ഉണ്ടാവും, ഡയറക്റ്റായിട്ടാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുക, എന്നിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കാം. റെസൊല്യൂഷൻ പാസ്സായതിനു ശേഷം അവർക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് ഈ പറയണ പൊളിറ്റിക്കൽ പാർട്ടിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അവർക്ക് ക്യാഷ് പേയ്മെൻ്റ് ഒന്നും പറ്റില്ല, ചെക്കായിട്ടോ ഡ്രാഫ്റ്റായിട്ടോ ഒക്കെയാണ് അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത് അത്ര എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ കമ്പനിക്ക് എന്തോരം വേണമെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാം, അവിടെ ലിമിറ്റ് വെച്ചിട്ടില്ല കോൺട്രിബ്യൂഷനിൽ. പിന്നെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലോട്ട് കമ്പനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1951 അതിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിലോട്ട് മാത്രമേ ആ കമ്പനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. താങ്ക് യു.